ഗുഡ് മോർണിംഗ് എവരിബഡി. ട്രിപ്പിൾ സി ഒരുക്കുന്ന NDSCയുടെ ചരിത്രം ഓറിയൻറ്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ട് യു മീൻ ബൈ ഹിസ്റ്ററി? ചരിത്രം എന്നാൽ എന്താണ്? It is the sum total of the past experiences of human society. മാനവ സമൂഹത്തിൻ്റെ ഇന്ന് വരെയുള്ള ജീവിത അനുഭവങ്ങളുടെ ആകെത്തുകയാണ് ചരിത്രം. It is a conversation between the past and the present. ഭൂതകാലവുമായിട്ടുള്ള നമ്മളുടെ ഒരു സംഭാഷണം, നടന്നുപോയ സംഭവങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ വിലയിരുത്തൽ, ഓർമ്മപ്പെടുത്തൽ, അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരം. NDSCക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ചരിത്രം ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. ആ വിഷയത്തിൽ കൂടി ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ ഓഷ്യൻ, സമുദ്രമാണ്. ആ സമുദ്രം എളുപ്പം നമുക്ക് കോരി വറ്റിക്കാൻ പറ്റില്ല. നമുക്കതിൽ നിന്ന് വി ക്യാൻ ടേക്ക് എ കപ്പ് ഓഫ് വാട്ടർ. ഒരു കപ്പ് വെള്ളം വേണമെങ്കിൽ നമുക്കെടുക്കാം, നമുക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഇതൊരു ദേശീയ ലെവൽ പരീക്ഷയായതുകൊണ്ട് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ ചരിത്ര പഠനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല. നമ്മൾ പ്രാധാന്യം നൽകുന്നത് ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അത് ആൻഷ്യൻ ഹിസ്റ്ററിയുണ്ട്, മെഡീവൽ ഹിസ്റ്ററിയുണ്ട്, മോഡേൺ ഹിസ്റ്ററിയുണ്ട്. അത് എല്ലാം കൂടി നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പഠിക്കാൻ സാധിക്കുമോ? ചിലർക്ക് ചരിത്ര പഠനം രസകരമായി അനുഭവപ്പെടുന്നവരുണ്ട്, ചിലർക്കത് വിഷമകരമായി അനുഭവപ്പെടുന്നവരുണ്ട്, ചിലർക്ക് പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരുണ്ട്. നമ്മൾ വളരെ രസകരമായ ഒരു ഓർമ്മയോടുകൂടി, ഒരു ചിന്തയോടുകൂടി ചരിത്രത്തെ സമീപിച്ചാൽ അതൊരു കഥാരീതിയിൽ നമുക്കത് ഹൃദിസ്ഥമാകും. അപ്പോൾ നമുക്കത് വളരെ രസകരമായിരിക്കും, പഠിക്കാൻ എളുപ്പമായിരിക്കും, പഠിക്കാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ആ രീതിയിൽ നിങ്ങൾ സമീപിച്ചാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറാവുന്നത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ മോഡേൺ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, ആൻഷ്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ കൂടുതൽ അവഗാഹമായിട്ടുള്ള പഠനം ഈ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ മെഡീവൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുക. അതിൽ നിന്നുള്ള കുറേ ഉദാഹരണങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ മെഡീവൽ ഹിസ്റ്ററി, സുൽത്താനേറ്റ് ഓഫ് ഇന്ത്യ ഭരിച്ച സുൽത്താൻ രാജവംശങ്ങൾ. സുൽത്താനേറ്റ് വംശത്തിൽ അത് 5 വംശങ്ങളുണ്ടായിരുന്നു. സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക്ക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോഡി ഡൈനാസ്റ്റി. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ലോഡി ഡൈനാസ്റ്റിയിലെ അവസാന രാജാവ് ഇബ്രാഹിം ലോഡിയെ 1526 നടന്ന ഫസ്റ്റ് പാനിപ്പട്ട് വാർ, ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, അതിലാര് തോൽപ്പിച്ചു? ബാബർ തോൽപ്പിക്കുന്നു ഇബ്രാഹിം ലോഡിയെ. ബാബർ ഡൽഹി പിടിച്ചെടുക്കുന്നു, മുഗൾ വംശം സ്ഥാപിക്കുന്നു. പിന്നീടുള്ള ഭരണം ആരാണ്? മുഗൾ ഡൈനാസ്റ്റി. അപ്പോൾ മുഗൾ ഡൈനാസ്റ്റിയിൽ പിന്നീട് ക്രമത്തിൽ കുറേ പ്രശസ്തരായ രാജാക്കന്മാർ വരികയാണ്. ബാബറിന് ശേഷം ഹുമയൂൺ, പിന്നീട് അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്ന് മുതൽ തുടർന്ന് ഇങ്ങോട്ട് വന്ന് 1857 ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ സമയത്ത്
ഇന്ത്യയിലെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ വരെ ഇന്ത്യയിൽ ആരായിരുന്നു? മുഗൾ രാജവംശമായിരുന്നു. അപ്പോഴത്തേനും ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നു. ബ്രിട്ടീഷുകാർ പതുക്കെ ഇന്ത്യയിൽ പിടിമുറുക്കുന്നു. 1857 ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറിൽ ഇന്ത്യയിൽ ചെറുത്തു നിന്ന രാജാക്കന്മാരുടെ ആ ചെറുത്തുനിൽപ്പിനെ നിശ്ശേഷം പരാജയപ്പെടുത്തുന്നു. ഇന്ത്യ ബ്രിട്ടീഷ് കോളനിയാക്കി മാറ്റുന്നു. പിന്നീട് 200 കൊല്ലം ആ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സമരങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നു. അതിനുശേഷം ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ കാലത്തെ ഭരണം, ആധുനിക ഇന്ത്യയുടെ ചരിത്രം, അത്രയും ഭാഗത്തെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ പോകുക. അതിന് ലോക ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, വിവിധ സംസ്കാരങ്ങൾ, വിവിധ വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ, different civilizations in the world, different organizations, example UNO, League of Nations, and different organizations in the world. Then the administrations in different nations. ലോക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ഭാഗങ്ങൾ, അതിലൂടെ ഒരു എത്തിനോട്ടം മാത്രമേ നമ്മൾ ഉദ്ദേശിക്കൂ. ഇനി നമ്മൾ ഈ രണ്ട് ഭാഗത്തെ, ലോക ചരിത്രവും ഇന്ത്യ ചരിത്രത്തെ ഭാഗത്തെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ചില ഉദാഹരണങ്ങൾ, ചില മോഡൽസ്, അതിൽ കൂടിയുള്ള ഒരു പര്യടനമാണ്. ഞാൻ കുറേ ചോദ്യങ്ങൾ ഇവിടെ പറയും, അതിൻ്റെ ഉത്തരങ്ങൾ നൽകും. ആ ഉത്തരങ്ങൾ വിവിധ മോഡലിലുള്ള ചോദ്യങ്ങളാണത്. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത ചില മേഖലകളിലെ ചരിത്ര വസ്തുതകളും അതിലുണ്ടാവും. നിങ്ങൾക്ക് പിന്നീട് UPSC പരീക്ഷകൾ മുതൽ സിവിൽ സർവീസ് പരീക്ഷ വരെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. നമുക്ക് ആ യഥാർത്ഥ ചോദ്യപേപ്പറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് VA ജോസ്. ഞാനൊരു ചരിത്ര അധ്യാപകനാണ്. 30 വർഷം ചരിത്ര വിഷയം കൈകാര്യം ചെയ്തിരുന്നു. അതിൻ്റെ PSCക്കും അതുപോലെ തന്നെയുള്ള സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ കോഴ്സുകൾക്കുമുള്ള ചരിത്ര ഭാഗങ്ങൾ വർഷങ്ങളായിട്ട് കുട്ടികളെ അത് ബോധവൽക്കരിക്കുന്ന പ്രക്രിയയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് NDSCയുടെ ചരിത്ര ഭാഗത്തു നിന്ന് കുറേ പരാമർശങ്ങൾ, കുറേ ഉദാഹരണങ്ങൾ, അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാനിവിടെ ഒരു ചോദ്യം, the Khilafat movement was started. 4 answers: to protest against the partition of Bengal, to defend the power of Caliph, to protest against the Jallianwala Bagh incident, to protest against the First World War. ഖിലാഫത്ത് മൂവ്മെൻ്റ് ആരംഭിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റ്, ഇതിൽ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇന്ത്യയിൽ നടന്ന കാര്യമാണ്. ലോർഡ് കഴ്സൺ 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഖിലാഫത്ത് മൂവ്മെൻറ്റ് കാരണം എന്താണ്? അതിന് കാരണം ഇന്ത്യയല്ല. അതിന് കാരണം
ഫസ്റ്റ് വേൾഡ് വാറാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ പരാജയപ്പെട്ട രാജ്യങ്ങൾ, ആ പരാജയപ്പെട്ട രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരുന്നു തുർക്കി. തുർക്കിയിലെ ഭരണാധിപനും മുസ്ലിം വിശ്വാസത്തിൻ്റെ അന്നത്തെ അധിപനായിരുന്ന ഖലീഫയും ഒരാളായിരുന്നു. നമുക്കറിയാം, പ്രവാചകൻ മുഹമ്മദിന് ശേഷം മുസ്ലിം ലോകത്തെ നയിച്ചിരുന്നത് ഖലീഫമാരായിരുന്നു. ആദ്യത്തെ ഖലീഫ അബൂബക്കറാണ്, പിന്നെ ഉമർ, ഉസ്മാൻ, അലി, അങ്ങനെ മറ്റുള്ളത്. 13-ാം നൂറ്റാണ്ടായപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ തുർക്കി സുൽത്താൻ പിടിച്ചെടുത്തു. തുർക്കി സുൽത്താൻ പിടിച്ചെടുത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഖലീഫയുടെ സ്ഥാനവും ആര് വഹിക്കാൻ തുടങ്ങി? തുർക്കി സുൽത്താൻ വഹിക്കാൻ തുടങ്ങി. അപ്പോഴാണ് 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 20-ാം നൂറ്റാണ്ടിൽ 1914 ഫസ്റ്റ് വേൾഡ് വാർ. ആ ഫസ്റ്റ് വേൾഡ് വാറിൽ തുർക്കി ആരുടെ സൈഡിലായിരുന്നു? തുർക്കി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. അവർ തോറ്റപ്പോൾ ഫ്രാൻസ്, വിജയിച്ചവർ ജർമ്മനിയായിട്ട് കരാറുണ്ടാക്കി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ട്രീറ്റി ഓഫ് വേഴ്സൈസ്, വേഴ്സായ് സന്ധി. ഓസ്ട്രിയ ഹംഗറിയുമായിട്ട് ഇങ്ങനത്തെ സന്ധി ഒപ്പിട്ടു. തുർക്കിയുമായിട്ട് സന്ധി ഒപ്പിട്ടു. തുർക്കിയുമായിട്ട് ഒപ്പിട്ട സന്ധിയുടെ പേരായിരുന്നു സെവറെ സന്ധി. സെവറെ സന്ധി ഒപ്പിട്ടു തുർക്കിയുമായിട്ട്. ആ സന്ധിയിൽ തുർക്കി സുൽത്താനെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ള അപമാനകരമായ വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കോളനികൾ നഷ്ടപ്പെട്ടു, അവർക്ക് വലിയ നഷ്ടങ്ങൾ പറ്റി, അവർക്ക് ഭരണമുണ്ടായിരുന്ന ഇറാഖും സിറിയയും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ തുർക്കിക്ക് അപമാനകരമായ വ്യവസ്ഥയിൽ ഒപ്പിടേണ്ടി വന്നു സെവറെ ഉടമ്പടിയിൽ. അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുന്ന പോലെ. അപ്പോൾ ആരാണ് തുർക്കി സുൽത്താൻ? ഖലീഫയുടെ സ്ഥാനം വഹിച്ചിരുന്നു. അതിൽ ലോകമെങ്ങുമുള്ള മുസ്ലിം ജനതയ്ക്കിടയിൽ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധ പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായി അത് ഇന്ത്യയിലും ഉണ്ടായി, ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അത് ഏത് വർഷമായിരുന്നു ഇവിടെ ഖിലാഫത്ത് കമ്മിറ്റി ചേർന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ തുടക്കം? 1920-ലായിരുന്നു ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരായിരുന്നു? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ദവർ ബ്രദേഴ്സ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിന് പിന്തുണ നൽകി. 1920-കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരേ മുന്നണിയിൽ അണിനിരത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഖിലാഫത്ത് മൂവ്മെൻറ്റിന് പിന്തുണ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1920-ൽ ഗാന്ധിജി ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ നേതാവായ ഷൗക്കത്ത് അലിയോടൊപ്പം കോഴിക്കോട്ട് വന്നത്, പ്രസംഗിച്ചത്. അപ്പോൾ ആ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്തിനായിരുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം, ഇതിലേതാണ് ശരിയായ ഉത്തരം. അപ്പോൾ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ജാലിയൻ വാലാബാഗ് ട്രാജഡി ആണോ? അല്ല. ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ഫസ്റ്റ് വേൾഡ് വാർ ആണോ? അല്ല. ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണോ? അല്ല. കറക്റ്റ് ആൻസർ, ടു ഡിഫെൻഡ് ദ പവർ ഓഫ് ഖലീഫയുടെ പവർ സംരക്ഷിക്കുക എന്നതായിരുന്നു ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ബി. ഇതാണ് ഈ മോഡൽ. അപ്പോൾ നമുക്ക് ഈ ഉത്തരം നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് എന്തെല്ലാം അറിഞ്ഞിരിക്കണം? ഖിലാഫത്ത് മൂവ്മെൻറ്റ് എവിടെ ആരംഭിച്ചു, അതിൻ്റെ കാരണം എന്തായിരുന്നു, ഈ 3 കാര്യങ്ങൾ, പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ്,
ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് എന്തായിരുന്നു? 1919. ആ ഇൻസിഡൻറ്റ് എന്തായിരുന്നു? April 13th ആയിരുന്നു. April 13th ജാലിയൻ വാലാബാഗ്. ഇറ്റ് വാസ് എ മൈതാൻ, ഒരു ഗ്രൗണ്ടാണ്. എവിടെയാണ്? പഞ്ചാബിലെ അമൃതസർ പട്ടണത്തിൽ. അമൃതസർ പട്ടണത്തിൽ സുവർണക്ഷേത്രം, യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്സ്. ഗോൾഡൻ ടെമ്പിൾ, സിഖുകാരുടെ പുണ്യസ്ഥലം. ആ ഗോൾഡൻ ടെമ്പിളിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്റർ അകലെയാണ് ഈ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധ കൂട്ടായ്മ, ചരിത്രത്തിൽ പറയുന്നത് 10-20,000 ആളുകൾ, ചെറിയ കുട്ടികളടക്കം സ്ത്രീകളടക്കം തടിച്ചുകൂടിയിരുന്നു. April 13 ഏതാണ്ട് 4-4:30 കൂടി ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഗൂർഖ പട്ടാളക്കാരും ഇംഗ്ലീഷ് പട്ടാളക്കാരും അടക്കമുള്ളവർ അങ്ങോട്ട് ചെന്നു ഈ റാലിയെ നേരിടാൻ. വളരെ ചെറിയ ഒരു പാത്തേ ഉള്ളൂ അങ്ങോട്ട് ഈ ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ആ പാത്ത്, അതിന് ചുറ്റും കെട്ടിടങ്ങളാണ്. ഗ്രൗണ്ടിൽ വന്നവർക്ക് ഈ പാത്തിൽ കൂടി മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റൂ. അതിനെ അടച്ചു. ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം കവാടത്തിൽ നിന്നു. യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ ഫയറിംഗ് ആരംഭിച്ചു. ചരിത്രത്തിൽ പറയുന്നത് 376 ആൾ മരിച്ചു എന്നാണ്. പക്ഷേ ഏതാണ്ട് 900-ൽ പരം ആൾക്കാർ മരിച്ചു. 2000-ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് അനൗദ്യോഗികം. 1000-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് ചരിത്ര രേഖകൾ. ആ കിരാത സംഭവമാണ് ജാലിയൻ വാലാബാഗ്. 1919 April 13 എല്ലാ വർഷവും ജാലിയൻ വാലാബാഗ് ദിവസമായിട്ട് ആചരിക്കുന്ന ഡേ ആണ് April 13th. ഇനി പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ നിങ്ങൾക്കറിയാം, 1914 to 1918. ഒരു ഭാഗത്ത് ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ US, ചൈന, ഇവർ. മറുഭാഗത്തെ പ്രധാനം ആരാണ്? മറുഭാഗത്ത് ജർമ്മനിയാണ്. 2 ലോകമഹായുദ്ധത്തിലും ഒരു ഭാഗത്ത് ആരാണ്? ജർമ്മനിയാണ്. അവരുടെ തൊട്ടടുത്തുള്ള രാജ്യം ഓസ്ട്രിയ ഹംഗറി. മൂന്നാമത്തതാണ് തുർക്കി. ഈ രാജ്യങ്ങൾ 4 കൊല്ലത്തെ പോരാട്ടം, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. 1918 തുർക്കി അടക്കമുള്ള മുന്നണി പരാജയപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നടന്ന സന്ധിയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ ട്രീറ്റി ഓഫ് വേഴ്സായ് സന്ധി, അത് ജർമ്മനി ആയിട്ടുള്ളതാണ്. സെവറെ ട്രീറ്റി തുർക്കിയുമായിട്ടുള്ളതാണ്. ആ ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ടു ഡിഫെൻഡ് ദ പവർ ഓഫ് ഖലീഫ്, ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നും നമ്മൾ എത്രയോ ഭാഗങ്ങളിലേക്ക്, ഒറ്റ ചോദ്യത്തിൽ നിന്നും ഇന്ത്യയിലെ ബംഗാൾ വിഭജനം 1905 ആര് നടത്തി? ലോർഡ് കഴ്സൺ. അപ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ത് നമ്മൾ കണ്ടു. അതുപോലെ ജാലിയൻ വാലാബാഗ് സംഭവം എന്ത്, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വേൾഡ് വാറിലെ മുന്നണികൾ, അതിൽ തോറ്റതാര്, അതിൽ നടന്ന പ്രധാനപ്പെട്ട ട്രീറ്റികൾ ഏതൊക്കെ, ഇത്രയും ഭാഗങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി. വി പാസ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See here, 4 statements here. Arrange this in chronological order. ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്.
BCDA, BDCA, BACD, D, BADC. ക്രോണോളജിക്കൽ ഓർഡർ സംഭവങ്ങൾ നടന്ന കാലക്രമത്തിൽ എഴുതുക എന്നാണ്. BADC, സംഭവങ്ങൾ നടന്ന കാലക്രമത്തിൽ. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ 4 സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഏത് വർഷങ്ങൾ നടന്നു അത് കാലക്രമത്തിൽ എഴുതണം. കാലക്രമത്തിൽ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് അറിയണം? ഈ സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ നമ്മൾ അറിയണം. എങ്കിലേ ഏത് കാലക്രമത്തിൽ എഴുതാൻ പറ്റുള്ളൂ. 4 എഴുതിയിരിക്കുന്നതിൽ ഇതിലേതെങ്കിലും ഒന്നേ ശരിയുള്ളൂ, ബാക്കി തെറ്റാണ്. നോക്കൂ, സാൾട്ട് സത്യാഗ്രഹ നടന്ന വർഷം ഏതാണ്? ഇറ്റ് വാസ് ഇൻ 1930. സാൾട്ട് സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിൽ നടന്നതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ദേശീയ അജിറ്റേഷനായിരുന്നു സാൾട്ട് സത്യാഗ്രഹം. അതിൻ്റെ മറ്റൊരു പേരെന്താണ്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. സാൾട്ട് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത്? ദണ്ഡി മാർച്ചാണ്. അത് തന്നെയാണ് സംഭവം. എവിടെ നിന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നത്? ദണ്ഡി കടപ്പുറം. ദണ്ഡി എവിടെയാണ്? ദണ്ഡി ഗുജറാത്തിലാണ്. ദണ്ഡി മാർച്ച് എന്നാണ് ആരംഭിക്കുന്നത്? ദണ്ഡി മാർച്ച് മാർച്ച് 12-നാണ്, 1930-ലാണ് ദണ്ഡി മാർച്ച്. എവിടെ നിന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിക്കുന്നത്? ഗാന്ധിജിയുടെ ആശ്രമം നിങ്ങൾക്കറിയാം, സബർമതി, അഹമ്മദാബാദ്, ഗുജറാത്ത് അടുത്തുള്ള ഗാന്ധിജിയുടെ ആശ്രമം സബർമതിയിൽ നിന്നാണ് ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. എന്നാരംഭിച്ചു? മാർച്ച് 12, 1930. എത്ര? 241 കിലോമീറ്റർ, മൈലാണ്. ഏതാണ്ട് 370 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നാണ് ദണ്ഡി കടപ്പുറത്തെത്തിയത്. ദണ്ഡി കടപ്പുറവും ഗുജറാത്തിൽ തന്നെ. അവിടെ എത്തിയത് ഏപ്രിൽ 6-നാണ് അദ്ദേഹം നിയമലംഘനം നടത്തുന്നത്. അതിന് ഏപ്രിൽ 5-ന് വൈകിട്ട് അവിടെ എത്തി. അവിടെ തങ്ങി ഗാന്ധിജിയും സംഘവും. എത്ര പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ? ആ സംഘത്തിൽ 78 പേരുണ്ട്. 78 പേര്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, എല്ലാ മതവിഭാഗങ്ങളും, എല്ലാ ജാതികളിൽ നിന്നും, എല്ലാ ഭാഷക്കാരിൽ നിന്നുമുള്ള സ്ത്രീയും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള 78 പേര്. ഇന്ത്യയുടെ പരിച്ഛേദമായിരുന്നു ആ 78 പേര്. അവർ ഗാന്ധിജി നയിച്ചു. ഗ്രാമങ്ങളിൽ കൂടി ദിവസങ്ങളെടുത്ത് ഏപ്രിൽ 5-ന് അവിടെ എത്തി. അവിടെ തങ്ങി ഏപ്രിൽ 6-ന് സൂര്യോദയത്തിന് മുമ്പ് കടൽ തീരത്തെത്തി. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കി ഉപ്പ് നിയമം ലംഘിക്കുന്നു. തുടർന്ന് അറബിക്കടലിൻ്റെയും ബംഗാൾ കടലിൻ്റെയും തീരത്ത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഉപ്പ് നിയമം ലംഘിക്കുന്നു, അറസ്റ്റ് വരിക്കുന്നു, പ്രക്ഷോഭം ശക്തമാകും. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം, അതായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതാണ് സാൾട്ട് സത്യാഗ്രഹം. അതിൻ്റെ വർഷം എഴുതി 1930. സ്വദേശി മൂവ്മെൻറ്റ് ഇതേതിനോട് അനുബന്ധിച്ചാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനോടനുബന്ധിച്ചാണ്. അതിൻ്റെ വർഷം എത്രയാണ്? 1920. സ്വദേശി മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അതിനുള്ള പ്രത്യേകത എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ അഖിലേന്ത്യാ സമരമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്.
1920 മുതൽ തുടങ്ങി 22 വരെ തുടർന്നു. ചൗരി ചൗര അജിറ്റ് സംഭവം വരെ അത് തുടർന്നു. ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അറസ്റ്റ് നടന്നു, വെടിവെയ്പ്പ് നടന്നു, സത്യാഗ്രഹം നടന്നു. 1920 ബ്രിട്ടീഷ് സാധനങ്ങളെ ബഹിഷ്കരിക്കുക, ഇന്ത്യൻ സാധനങ്ങളെ ഉപയോഗിക്കുക, സ്വദേശി പ്രസ്ഥാനം, സ്വദേശി മൂവ്മെൻറ്റ്. മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ നോക്കൂ, ലാഹോർ കോൺഗ്രസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ലാഹോർ കോൺഗ്രസ്, ഇറ്റ് വാസ് ഇൻ 1929. വെരി ഇമ്പോർട്ടൻറ്റ് 3 ഡിസിഷൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടുക്ക്. ഏതൊക്കെയായിരുന്നു ആ 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ആരായിരുന്നു ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ലാഹോർ കോൺഗ്രസ്. അവർ പ്രധാനപ്പെട്ട അവർ ഗോൾ ഈസ് ടു അച്ചീവ് പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് നേടുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു ലാഹോർ കോൺഗ്രസ്. പൂർണ്ണ സ്വരാജ് നമ്മുടെ ലക്ഷ്യം. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ലാഹോറിൽ നടന്ന സമ്മേളനം. രണ്ടാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നാഷൻ വൈഡ് അജിറ്റേഷൻ ആരംഭിക്കണം. അഖിലേന്ത്യാ വ്യാപകമായിട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ കോൺഗ്രസ്സിലായിരുന്നു. ദ തേർഡ് ഡിസിഷൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. വരാൻ പോകുന്ന ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണം. വരാൻ പോകുന്ന, ഇത് 1929 ഡിസംബറിലാണ് തീരുമാനിച്ചത്. അപ്പോൾ വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ 1930. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ച ദിവസം ഏതാണ്? 1930 ജാനുവരി 26 ആണ്. 1930 സ്വാതന്ത്ര്യം കിട്ടിയോ? ഇല്ല. എ സിംബോളിക് ആക്ടിവിറ്റി. പ്രതീകാത്മകമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് സങ്കല്പിച്ചുകൊണ്ട് പതാക ഉയർത്തുക. ചില സ്ഥലങ്ങളിൽ പോലീസ് പതാക പോലും ഉയർത്താൻ സമ്മതിച്ചില്ല. ഫ്ലാഗ് പോസ്റ്റുകൾ മുറിച്ച് കളഞ്ഞു. ചില സ്ഥലങ്ങളിൽ ലാത്തി ചാർജ് ചെയ്ത് ജനങ്ങളെ ഓടിച്ചു. ചില സ്ഥലങ്ങളിലും കുഗ്രാമങ്ങളിലുമൊക്കെ പതാക ഉയർത്തി. അത് ആ വർഷം മാത്രമല്ല, 1930 മുതൽ പിന്നീട് തുടർച്ചയായി എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വന്നു. അപ്പോൾ ആ ദിവസത്തോട് നമുക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ടായി, ജനുവരി 26. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചു. അത് നിലവിൽ വന്നത് ജനുവരി 26-നായിരുന്നു. അതിനെന്താ കാരണം? ശരിക്കും പറഞ്ഞാൽ നവംബർ 26 വേണമെങ്കിൽ ഇന്ത്യയെ റിപ്പബ്ലിക്കാക്കി പ്രഖ്യാപിക്കാമായിരുന്നു. അന്ന് ഭരണഘടന അംഗീകരിച്ചു. അത് പ്രഖ്യാപിക്കാതെ 2 മാസം കാത്തിരുന്നു. നവംബർ 26, ഡിസംബർ 26, ജനുവരി 26. ഈ കാത്തിരുന്നത് എന്തിനാണ്? പഴയ സ്വാതന്ത്ര്യ ദിനമായ ആ ജനുവരി 26-ലേക്ക് നമ്മുടെ റിപ്പബ്ലിക് ദിനം കൊണ്ടുവന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഭരണഘടനാ ശില്പികൾ ആ 2 മാസം കാത്തിരുന്ന് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 1950 ജാനുവരി 26-ലേക്ക് ആ ഡേറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ നോക്കൂ, ലാഹോർ കോൺഗ്രസ് പ്രാധാന്യപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് ലാഹോർ കോൺഗ്രസ്. ആ തീരുമാനമെടുത്തത്, ആ 3 തീരുമാനങ്ങൾ വന്നത് ലാഹോർ കോൺഗ്രസ്സിലാണ്. നെക്സ്റ്റ് ഓപ്ഷൻ, ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഇറ്റ് വാസ് ഇൻ 1922. ഡേറ്റ് 5th ഫെബ്രുവരി. ചൗരി ചൗര. എന്താ ചൗരി ചൗര? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, ഉത്തർപ്രദേശിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ചൗരി ചൗര. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടക്കുകയാണ്. പലയിടത്തും പിക്കറ്റിങ്, ബഹിഷ്കരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടെ വെടിവെപ്പുണ്ടാകും.
ആ വെടിവെപ്പിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചൗരി ചൗര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് വെടിവെച്ചതെന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അവരുടെ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുക. അപ്പോൾ നിയന്ത്രിക്കാൻ നേതാക്കൾ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ തോന്നിയത് ചെയ്തു. അവരെന്ത് ചെയ്തു? ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് വെടിവെച്ചതെന്ന് മനസ്സിലാക്കി അവർ ആ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. അവരതിലേക്ക് പെട്രോൾ ഒഴിച്ചു, മണ്ണെണ്ണ ഒഴിച്ചു, തീ കൊളുത്തി. ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന 22 പോലീസുകാർ മരിച്ചു. ആ സംഭവമാണ് ചൗരി ചൗര ഇൻസിഡൻസ്. അപ്പോൾ ഗാന്ധിജിയുടെ തത്വങ്ങൾക്കെതിരായിരുന്നു ഇത്. മനുഷ്യഹിംസയാണ് നടന്നത്. ഈ സംഭവം കേട്ടപ്പോൾ ഗാന്ധിജി ഞെട്ടി. ഗാന്ധിജി എന്തു ചെയ്തു? അധികം താമസിക്കാതെ താൻ ആഹ്വാനം ചെയ്ത നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കൂടുതൽ ചർച്ചകൾ നടത്താതെ തന്നെ അദ്ദേഹം പിൻവലിച്ചു. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കാൻ കാരണം ചൗരി ചൗര അക്രമ സംഭവമായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ദേശീയ നാഷണൽ മൂവ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചൗരി ചൗര. അപ്പോൾ 4 ഇൻസിഡൻറ്റിൻ്റെയും വർഷങ്ങൾ നമുക്ക് കിട്ടി. നോക്കൂ, സാൾട്ട് സത്യാഗ്രഹ 1930, സ്വദേശി മൂവ്മെൻറ്റ്, ലാഹോർ കോൺഗ്രസ് 1929, ചൗരി ചൗര 1922. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനി ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതൂ. ഫസ്റ്റ് ഏതാണ്? ഇതാ ബി, സെക്കൻഡ് ഡി, തേർഡ് സി, ഫോർത്ത് എ. ഇനി അതാ ഉള്ളത് ഏതാ നോക്കൂ. ഇതാ ബി, ഡി, സി, എ. കറക്റ്റ് ആൻസർ ബി. ഓക്കെ. അപ്പോൾ ഈ മോഡലിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് എത്രയോ ഭാഗങ്ങളാണ് കവർ ചെയ്തതെന്ന് നോക്കൂ. നമ്മൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ സാൾട്ട് സത്യാഗ്രഹ, സ്വദേശി മൂവ്മെൻറ്റ്, ലാഹോർ കോൺഗ്രസ്, ചൗരി ചൗര ഇൻസിഡൻറ്റ്, ഇതിൻ്റെ വർഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ആ വർഷം എഴുതാൻ പറ്റുന്നു. ക്രൊണോളജിക്കൽ ഓർഡർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അത്. അപ്പോൾ ചരിത്രത്തിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പഠിച്ച കുട്ടികൾക്കേ അത് പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് പഠിച്ചിരിക്കണം. ഓരോന്നിൻ്റെയും കാലക്രമം അനുസരിച്ച് ഓരോ നേതാക്കളുടെ അവർ പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ, അങ്ങനെ ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. അവർ സ്ഥാപിച്ച സംഘടനകൾ, ചിലപ്പോൾ സംഘടനകളായിരിക്കും എഴുതുന്നത്. ഈ വർഷങ്ങൾക്ക് പകരം സംഘടനകൾ ആരുമായിട്ട് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അവർ സ്ഥാപിച്ച സംഘടനകൾ ഏതാണ്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പം ആനി ബെസൻറ്റ് സ്ഥാപിച്ച ന്യൂ ഇന്ത്യ എന്ന പത്രം ആര്? ആനി ബെസൻറ്റ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊന്നിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം നോക്കൂ. വിച്ച് അമോങ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പെയർ? ഇവിടെ എഴുതുന്നു. എ, ഇവിടെ 1, 2 2 പെയർ കൊടുക്കുക. ബംഗാളി, ഗാന്ധി ആണോ? സുരേന്ദ്രനാഥ ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി. ബി, വോയിസ് ഓഫ് ഇന്ത്യ, ലാലാ ഗാന്ധിജി, വോയിസ് ഓഫ് ഇന്ത്യ ഗാന്ധിജി. സി, ന്യൂ ഇന്ത്യ, ലാലാ ലജ്പത് റായ്. ഡി, നാഷണൽ, ദാദാഭായ് നവറോജി.
ശ്രദ്ധിക്കൂ. 4. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, there is only one correct pair here. Other 3 pairs, they are wrong statements. Find out the correct pair. That is the question. ശരിയായ പെയർ കണ്ടുപിടിക്കുക. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. Indian Association, an organization, was found by Surendranath Banerjee. It was found by Surendranath Banerjee in 1876. So, Surendranath Banerjee, he was a Bengali. Okay? Then, Voice of India, it's a newspaper. It is started by Gandhiji. Is it correct? No. It is a wrong sentence. Voice of India was started by Dadabhai Naoroji. So it is a wrong statement. Okay? New India. New India. Whose newspaper is this? New India. It was a newspaper started by Annie Besant. So, this is also a wrong, false statement. Then, Nation. It was a newspaper in US. National Herald is a newspaper in India. This statement is also a wrong. Correct statement. So, the first one, A is the correct option, Bengali Surendranath Banerjee. Okay? Then we pass to the next question. എല്ലാവരുടെ കയ്യിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ വളരെയധികം സമയം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ ഫോളോ ചെയ്താൽ മതി. ഞാൻ ആൻസർ പറഞ്ഞിട്ട് അതുമായിട്ടുള്ള വിശദീകരണങ്ങൾ ഞാൻ തരാം. നിങ്ങളുടെ ക്വസ്റ്റ്യനിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസും നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ബോർഡിൽ എഴുതുമ്പോൾ സമയം നഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കിത് തീരാൻ വിഷമമായിരിക്കും. ഓക്കെ, ദെൻ ഫോളോ മീ. 4th one, the names of some writers and their works are given below. Writers, match them correctly. കുറേ റൈറ്റേഴ്സിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ചില ബുക്സാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. എ വിഭാഗത്തിൽ കൊടുത്ത റൈറ്റേഴ്സ് ആരൊക്കെയാണ്? എ ഒമർ ഖയ്യാം, ബി അൽ ഫിർദൗസി, സി കൽഖാന, ഡി ജയദേവ. വർക്ക്സ് നോക്കൂ. എ രാജതരംഗിണി, ബി ഗീതാ ഗോവിന്ദം, സി ദി റുബയ്യാത്ത്, ഡി ഷാനാമ. Omar Khayyam, world famous writer. His book, which is that? That is C, the Rubaiyat. Firdausi, you know that. Shahnama. Kalkhana, the famous historian. His history about Kashmir, that is രാജതരംഗിണി. കാശ്മീരിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് രാജതരംഗിണി. ജയദേവ, ഇന്ത്യൻ റൈറ്റർ, ഫേമസ് ഇന്ത്യൻ റൈറ്റർ ഗീതാ ഗോവിന്ദം. അപ്പോൾ കറക്റ്റ് ഏതാണ്? അതിനകത്ത് ഓരോന്ന് കൊടുത്ത് ഓപ്ഷൻസ് കൊടുത്താണ്. എ, ബി, സി, ഡി. അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? 4, 3, 1, 2. അപ്പോൾ നോക്കൂ, ഒമർ ഖയ്യാം ഏതിനോടാണ്? ഒമർ ഖയ്യാം സി. 1 സി ആണ്. ആ 3 എന്ന് വന്നിരിക്കുന്നു, 3 ബി. അൽ ഫിർദൗസി ഏതാണ്? ഷാനാമ. അപ്പം 2 ഏതിനോടാണ്? 4-മത്തതിനോടാണ്, ഷാനാമ. 2, 4. 1, 3, ബി 4th, സി കൽഖാന, എ. കൽഖാന എ. ദെൻ ജയദേവ
സെക്കൻഡ് വൺ ഗീതാ ഗോവിന്ദം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയതാണ് ഓപ്ഷൻ ഡി ആണ്. ഡി, ഫോർത്ത് വൺ. A3, B4, C1, D2. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? നാലാമത്തെ ഓപ്ഷനാണ്, ഡി ആണ് കറക്റ്റ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, നോക്കിയാൽ മതി. നിങ്ങളുടെ പേപ്പറിലുള്ള ഇതിൽ ആ ഉത്തരങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ. അപ്പം പ്രശസ്ത പഴയ ചരിത്രത്തിലെ ഗ്രന്ഥകാരന്മാർ, റൈറ്റേഴ്സ്, അവരുടെ ബുക്കുകൾ. ഇപ്പോൾ നമ്മളെ വേറെ വരാം. ഇപ്പം നവജീവൻ, അനദർ എക്സാമ്പിൾ. നവജീവൻ ആരുടെ പേപ്പറായിരുന്നു? നവജീവൻ. ഇതിലില്ലാത്തതാണ് നിങ്ങളോട് പറയുന്നത്. യു ക്യാൻ റൈറ്റ് ദാറ്റ്. ഇതിലില്ലാത്തതാണ് പറയുന്നത്. നവജീവൻ, ഇറ്റ് വാസ് ബൈ ഗാന്ധിജി. സംവാദ് കൗമുദി, സംവാദ് കൗമുദി. ഹൂസ് ന്യൂസ് പേപ്പർ? സംവാദ് കൗമുദി. ഇറ്റ് ഈസ് ബൈ രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി. Another newspaper, Bombay Chronicle. Bombay Chronicle was started by Firoz Shah Mehta. Firoz Shah Mehta. The famous English paper, The Hindu. Who started it? Indian National Congress leader, Veera Raghavachari in Madras. Veera Raghavachari. In 1878, Veera Raghavachari started The Hindu. Harijan, it was a weekly. Harijan weekly by Gandhiji. Swaraj, another newspaper, Swaraj. It was issued by Subhash Chandra Bose. Subhash Chandra Bose. Yes, another so many examples, famous writers and their books. Next, 5. Rearrange the following in chronological order. കാലക്രമത്തിൽ എഴുതുക. നേരത്തെ നമ്മളൊരു ഉദാഹരണം കണ്ടു. Follow me in your question paper. A. Second Continental Congress. B. Treaty of Paris. C. Boston Tea Party. D. End of war between UK and US colonies. അതിൽ ആ വർഷങ്ങൾ എഴുതുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ ഓപ്ഷനിൽ ഒന്നും ശരിയില്ല. കാരണം സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, വെൻ ഇറ്റ് വാസ്, സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാറുമായി ബന്ധപ്പെട്ടതാണ്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഇറ്റ് വാസ് ഇൻ 1775. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ട്രീറ്റി ഓഫ് പാരീസ്, it was the end of the US national movement. അമേരിക്കയും കോളനികളും ബ്രിട്ടനും തമ്മിലുള്ള കരാറാണ്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൈമാറുവാനുള്ള ആ കരാറിൽ, യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറാണ് ട്രീറ്റി ഓഫ് പാരീസ്. ഇറ്റ് വാസ് ഇൻ 1783. 1783. അപ്പോൾ 2 എണ്ണത്തിൻ്റെ വർഷമായി. അനദർ ബോസ്റ്റൺ ടീ പാർട്ടി, അതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി പെട്ടതാണ്. ബോസ്റ്റൺ തുറമുഖത്ത് സാധനങ്ങളുമായി വന്ന ബ്രിട്ടീഷ് കപ്പലിൽ നിന്നും സാധനങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നടപടിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഇൻ 1773. 1773 ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം. അപ്പോൾ അതിൻ്റെ വർഷവും കിട്ടി. ഇനിയാണ് എൻഡ് ഓഫ് വാർ ബിറ്റ്വീൻ UK ആൻഡ്. ആ വാർ അവസാനിക്കുന്നത് 1753 തന്നെയാണ്. കാരണം ട്രീറ്റി ഓഫ് പാരീസിലോട് കൂടിയാണ് വാർ അവസാനിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒരു വർഷം തന്നെയാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഈ രണ്ടും ഒരു വർഷമായതുകൊണ്ട് കാലക്രമത്തിൽ എഴുതുമ്പോൾ അതിലേതെഴുതുമെന്നുള്ളൊരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ കറക്റ്റായിട്ട് അത് മെയിലാണ്, ഇത് മെയിലാണ്.
ഏത് വാർ ബിറ്റ്വീൻ അവസാനിക്കുന്നത് 1783 മെയ്യിലാണ്. ഒന്ന് മെയ്യിലും ഒന്ന് സെപ്റ്റംബറിലുമാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ സെപ്റ്റംബറിൽ വരുന്നതാണ് കോളനീസുമായിട്ടുള്ള അവസാനത്തെ യുദ്ധം. ഈ അവിടെ കരാർ നടക്കുമ്പോൾ യുദ്ധം തുടരുകയാണ്. അവസാനം ഇവിടെ യുദ്ധം അവസാനിക്കുകയാണ്. അപ്പോൾ കരാർ മെയ്യിൽ നടക്കുന്നു, യുദ്ധം അവസാനിക്കുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ വേണമെങ്കിൽ രണ്ടാമത്തെ ലാസ്റ്റ് വൺ അവസാനമായിട്ട് കൂട്ടാം. അങ്ങനെ വരികയാണെങ്കിൽ ക്രമം എങ്ങനെ വരും? സി ആദ്യത്തെ വർഷം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി. രണ്ടാമത്തെ വർഷം ഏതാണ്? ട്രീറ്റി ഓഫ് പാരീസ്. മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തത് ട്രീറ്റി ഓഫ് പാരീസ്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ബി ആണ്. BAD എന്നാണ്. CBAD എന്നാണ് ശരിയായ ഉത്തരം. സി ബോസ്റ്റൺ ടീ പാർട്ടി 1773. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775. CB. പിന്നെ വരിക എ ആണ്. ട്രീറ്റി ഓഫ് പാരീസ് മെയ്യിലാണ്. ലാസ്റ്റ് വൺ എൻഡ് ഓഫ് വാർ, അത് 1783 തന്നെ സെപ്റ്റംബറിലാണ്. അപ്പോൾ ആ ക്രമത്തിലാണ് വരിക. അപ്പോൾ തന്ന ഓപ്ഷനിൽ ഈ CBA CABD അതാണ് ശരിയായ ഉത്തരം. CABD കറക്റ്റ് ആൻസർ. അപ്പോൾ തന്ന ഓപ്ഷൻ 4 നിങ്ങൾ മനസ്സിലാക്കുക. അത് നമുക്ക് തെറ്റാണ്. പുതിയ ഈ ഓപ്ഷൻ എഴുതുക, CABD. ഓക്കെ, വി പാസ് ടു ദ നെക്സ്റ്റ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് B ആൻഡ് സെലക്ട് ദ കറക്റ്റ് റെസ്പോൺസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. ഇവിടെ കുറേ കൺസ്ട്രക്ഷൻസ് ഓഫ് ദി മുഗൾ എംപറേഴ്സ്. മുഗൾ എംപറേഴ്സിൻ്റെ ലിസ്റ്റ് സെക്കൻഡ് ലിസ്റ്റിലാണ്. അവരുടെ കൺസ്ട്രക്ഷൻ ഫസ്റ്റ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നു. ബുലന്ദ് ദർവാസ, മോട്ടി മസ്ജിദ്, ജുമാ മസ്ജിദ്, ബാദ്ഷാഹി മോസ്ക്. സെക്കൻഡ് ഷാജഹാൻ, ഔറംഗസീബ്, അക്ബർ, ജഹാംഗീർ. ഇനി ഓരോന്നെടുക്കുക. ബുലന്ദ് ദർവാസ, ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ മുഗൾ എംപറർ അക്ബർ. മോട്ടി മസ്ജിദ്, where it is in Lahore. Moti Masjid is constructed by Jahangir. Then Juma Masjid, it was built by Shah Jahan. Juma Masjid in Delhi, it was built by Shah Jahan. Badshahi Mosque, where it is at Lahore. Badshahi Mosque was built by Aurangzeb. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മൾ നോക്കൂ, ബുലന്ദ് ദർവാസ ഏതിനോട് യോജിക്കും? അക്ബർ. മോട്ടി മസ്ജിദ് ലാഹോർ ഏതിനോട് യോജിക്കുന്നു? ജഹാംഗീർ. ജുമാ മസ്ജിദ് ഷാജഹാൻ. ബാദ്ഷാഹി മോസ്ക് ഔറംഗസീബ്. ഇനി നമ്മൾ അതിൽ നോക്കുക, ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഫസ്റ്റ് വൺ. 1 C, 2 D, 3 A, 4th വൺ B. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കൂ, നെക്സ്റ്റ് പാസ് ടു ദി നെക്സ്റ്റ് 7. നിക്കോളോ കോണ്ടി, who visited India during the rule of Vijayanagar Empire, was a native of dash. So many travelers came to India. നിരവധി സഞ്ചാരികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഫാഹിയനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഹുയാൻ സാങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ആൽബറൂണിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികളാണ്. അവർ ഏത് രാജ്യത്തു നിന്ന് വന്നു, അതാണ് ഇവിടെ നിങ്ങൾ ഇതിനകത്ത് ചോദിച്ചത്. നിക്കോളോ കോണ്ടി എന്ന യാത്രികൻ, ട്രാവലർ, he was from which nation? ഫസ്റ്റ് ഓപ്ഷൻ റഷ്യ. സെക്കൻഡ് വൺ പോർച്ചുഗൽ. പോർച്ചുഗലിൽ നിന്ന് ധാരാളം സഞ്ചാരികൾ വന്നിട്ടുണ്ട്, വാസ്കോ ഡി ഗാമ. തേർഡ് വൺ ആഫ്രിക്ക. ഫോർത്ത് വൺ
Italy. Correct answer, he was an Italian. Correct answer D, Italy. Fabian from where? He was from China. Huangshan, China. Al-Biruni, he was a Persian traveler. He was from Ghazni. Hippolytus, the traveler Hippolytus, he was from Egypt, Africa, Egypt. The famous traveler Columbus, he was from which nation? Columbus was from Italy. Another one, Ferdinand Magellan, the famous traveler Magellan was from which nation? He was from Portugal. So, correct answer is option 1. Okay, then we pass to the next. Which is the headquarters of the National School of Drama of India? Which is the headquarters of the National School of Drama? Very important sites of India. It may be asked. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, അവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചോദ്യം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചോദിക്കാം. അപ്പോൾ അതുപോലെ ഒരു ചോദ്യമാണിത്. വേർ ഇസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ? ഓപ്ഷൻസ്: ബോംബെ, കൊൽക്കത്ത, ന്യൂഡൽഹി, പൂനെ. Where it is? It is at New Delhi. It is at New Delhi. Correct option C, New Delhi. Then another example. Where is the Forest Research Institute of India? Where it is located? It is at Dehradun. Dehradun is the capital of which state? Dehradun is the capital of Uttarakhand. It is the capital of Uttarakhand. Okay. Another. Where is the first Film Institute of India? Where it is located? It is at Pune. It is at Pune. Where is the first Medical University of India? It is at Vijayawada in Andhra Pradesh, the first Medical University of India. So many examples, this kind of. Okay. Then we pass to another question. The first election commissioner of India. In India, constitutional a process, the election commissioner and chief commissioner and 2 other members in that commission in India. Who was the first chief election commissioner of India? That is the question. Here, options, you can see T.N. Seshan. Second one, V.S. Ramadevi. R.V. Qureshi. And fourth one, Sukumar Sen. They all were chief election commissioners. The question is the first chief election commissioner. Who was that? It was Sukumar Sen was the first chief election commissioner of India. Who is the chief election commissioner now? And who are the election commissioners of India now? It is very important. Questions may be from that. The chief election commissioner of India, Sunil Arora, is the chief election commissioner now. And other 2 members, Rajiv Kumar, and the third one, Sushil Chandra. They were the members of election commission in India now. Sushil Chandra, Rajiv Kumar and Sunil Arora.
Chief Election Commissioner. Another question. The minimum age limit for a person contesting elections to Rajya Sabha. രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട മിനിമം പ്രായം എത്ര? Which are the options? 30, 25, 18, 35. Correct answer? Option A, 30. 30 വയസ്സ് വേണം രാജ്യസഭ അംഗം ആകണമെങ്കിൽ. രാജ്യസഭയിൽ എത്ര പേരെ പിടിക്കും? 233 elected and 12 nominated. അതാണ് ഇപ്പോഴത്തെ ആൻസർ. 233 elected. ഏറ്റവും കൂടുതൽ രാജ്യസഭാ മെമ്പേഴ്സ് ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഉത്തർപ്രദേശ്. കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭാ മെമ്പേഴ്സ് ഉണ്ട്? ഓൺലി 9. അവരുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ് കാലാവധി. രാജ്യസഭ 30 വയസ്സ് മിനിമം വേണം. കുറേ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, 25. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം എത്രയാണ്? ലോക്സഭ 25. 25 വയസ്സ് പൂർത്തിയായാൽ മതി. ഒരു ഇലക്ടർ ആവണമെങ്കിൽ എത്ര വയസ്സ് വേണം? വോട്ടർ ആവണമെങ്കിൽ 18. യു നോ ദാറ്റ്. 35 വയസ്സ് ഏതിനാണ്? 35 വയസ്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയാവണം? 35. രാഷ്ട്രപതി ആവണം 35 വേണം. ഓക്കെ, അതിന് അനദർ ക്വസ്റ്റ്യൻ നോക്കൂ. അനദർ, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ബുദ്ധിസം? ബുദ്ധമതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? അപ്പോൾ നമ്മൾ ലോകത്തിലുള്ള വിവിധ മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പം മുസ്ലിംസ് ഹോളി ഖുറാൻ, ക്രിസ്ത്യൻസ് ഹോളി ബൈബിൾ, സിഖ് മതസ്ഥരുടെ ഏതാണ്? ഗുരു ഗ്രന്ഥ് സാഹിബ്. ഗുരു ഗ്രന്ഥ് സാഹിബ് സിഖ് മതസ്ഥ. ഇവിടുത്തെ ചോദ്യം ഏതാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധമതക്കാരുടെയാണ്. ഓപ്ഷൻസ് നോക്കൂ. പർവ്വങ്ങൾ, മഹാഭാരതത്തിലെ വിവിധ പർവ്വങ്ങൾ. ജൈനസുമായിട്ട് ബന്ധപ്പെട്ട പർവാസുണ്ട്. അങ്കാസ്. പിന്നെയോ ത്രീ ബീഡകാസ്. 4 സെൻറ്റ് അവസ്റ്റ. അപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ അങ്കാസ് ആരുടെയാണ്? ഏത് മതക്കാരുമായി ബന്ധപ്പെട്ടതാണ്? ജൈന മതക്കാരുമായി ബന്ധപ്പെട്ട അങ്കാസ്. 3 പീഡകാസ്. വിനായക പീഠക, ധമ്മ പീഠക, സൂത്ത പീഠക. പീഠകാസാണ് ബുദ്ധമതക്കാരുടെ ഹോളി ബുക്ക്. 3 പീഠകാസ്. അതിലാണ് വിനായ പീഠക, ധമ്മ പീഠക, സൂത്ത പീഠക. 3 പീഠകാസ്. അതാണ് ബുദ്ധമതക്കാരുടെ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, സി ആണ്. സി, 3 പീഠകാസ്. സെൻറ്റ് അവസ്റ്റ ആരുടെയാണ്? സെവൻറ്റ് അവസ്റ്റ ഹോളി സൗരാഷ്ട്രീയ മതത്തിൻ്റെയാണ് സെൻറ്റ് അവസ്റ്റ. യഹൂദ മതക്കാരുടെ ഏതാണ്? യഹൂദ മതക്കാരുടെ തോറയാണ് യഹൂദ മതക്കാരുടെ. We pass to the next question. Which is the correct chronological order of the following events? Follow me. Quit India movement. B. Salt Satyagraha. C. Jallianwala Bagh. D. Naval mutiny. അതിൻ്റെ വർഷങ്ങൾ രണ്ടെണ്ണത്തിന് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, യു നോ ദാറ്റ്, 1942. സാൾട്ട് സത്യാഗ്രഹ 1930. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. ജാലിയൻവാല ബാഗ് ട്രാജഡി 1919. അത് നമ്മൾ ശ്രദ്ധിച്ചു. നേവൽ മ്യൂട്ടിനി, ഇന്ത്യയിൽ നടന്ന, പ്രത്യേകിച്ച് ബോംബെയിൽ ആരംഭിച്ച നാവിക കലാപം എന്ന് പറയുന്നതാണ് നേവൽ മ്യൂട്ടിനി. നാവിക കലാപം ഇന്ത്യയിൽ നടന്നത് സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് മുമ്പാണ്. 1946 ആണ് നേവൽ മ്യൂട്ടിനി. 1946. അപ്പോൾ വർഷം നോക്കൂ.
ഇവിടെ 42 ഉണ്ട്, 1919 ഉണ്ട്, 1930 ഉണ്ട്, 1946 ഉണ്ട്. അപ്പോൾ എങ്ങനെ വരും? സി ആണ് ആദ്യം. സി സി ബി എ ഡി, സി ബി എ ഡി, ഇതാണ് ക്രമം. അത് ഏതിലാണ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, കറക്റ്റ് ഓപ്ഷൻ സി. ഓക്കെ. നമ്മൾ നേവൽ മ്യൂട്ടിനി എന്താണ്? നാവിക പടയാളികൾ ഇന്ത്യയുടെ അവരെ ഉയർത്തിയ കലാപമായിരുന്നു അത്. അതിലെല്ലാം 3 യൂണിയൻ അതിനകത്ത് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നാവിക കലാപം ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലേക്കും അത് വ്യാപിക്കുക, പരാജയപ്പെട്ടുവെങ്കിലും. നെക്സ്റ്റ് വൺ, 13. The Fat Man was an atom bomb, a ship, a code name of Gestapo, name of an autobiography. എന്താണ് ഫാറ്റ് മാൻ? എ കോഡ് നെയിം ഓഫ് എ ന്യൂക്ലിയർ ബോംബ് which United States dropped in Japan in Hiroshima on August 6, 1945. 1945 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടം. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ 2 ആണവ ബോംബുകൾ ഇടുന്നു. അതൊന്ന് 45 ഓഗസ്റ്റ് 6-നായിരുന്നു, മറ്റൊന്ന് ഓഗസ്റ്റ് 9-നായിരുന്നു. 2 അണുബോംബുകൾ US ഡ്രോപ്പ് ചെയ്തു. അതിൽ ഹിരോഷിമയിലിട്ട അതിൻ്റെ പേരെന്തായിരുന്നു? ഹിരോഷിമ. അതായിരുന്നു ലിറ്റിൽ ബോയ്. ആ ബോംബിൻ്റെ കോഡ് നെയിമാണ് ലിറ്റിൽ ബോയ്. 3 ദിവസം കഴിഞ്ഞു, ഓഗസ്റ്റ് 9, നാഗസാക്കി, അനദർ ബോംബ്. ദ കോഡ് നെയിം ഓഫ് ദാറ്റ് ബോംബ് ഈസ് ഫാറ്റ് മാൻ. ഫാറ്റ് മാൻ. അപ്പോൾ മറ്റേ ആൻസറൊക്കെ തെറ്റാണ്. ആ ഫാറ്റ് മാൻ എന്താണ്? ആൻ ആറ്റം ബോംബ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. എ ഷിപ്പ്, ബി, സി, ഡി, ദേ ആർ റോങ് ആൻസേഴ്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ എ ആണ്. 2 അമേരിക്ക ജപ്പാനിലിട്ട 2 അണുബോംബുകൾ, അതിൽ 6-ലിട്ടത് ലിറ്റിൽ ബോയ് ആയിരുന്നു. 9-ാം തീയതി നാഗസാക്കിയിലിട്ടതിൻ്റെ പേരാണ് എ ഫാറ്റ് മാൻ. Okay, then we pass to next. Few subjects in the union list, state list and concurrent list are given below. Identify the correct concurrent subjects. ഇവിടെ 4 സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എ കറൻസി, ബി എഡ്യൂക്കേഷൻ, സി ഫോറിൻ അഫയേഴ്സ്, ഡി ഫോറസ്റ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. എന്താണ് യൂണിയൻ ലിസ്റ്റ്? നമുക്കിപ്പോൾ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അതുപോലെ 2 കൂട്ടരും ചേർന്നുള്ളതും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ചില വകുപ്പുകളുണ്ട്. അതാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. ഇപ്പം ഡിഫൻസിൽ കേരള ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. വിദേശ നയം അതിൽ കേരളമല്ല തീരുമാനിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റാണ് ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അവ യൂണിയൻ ലിസ്റ്റിലാണ്. എന്നാൽ പ്രധാന ഇപ്പോൾ കുടിവെള്ളത്തിന് കേന്ദ്ര ഗവൺമെൻറ് വരേണ്ട കാര്യമില്ല. ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത് ചെയ്യാം. ഭവന നിർമ്മാണം അത് സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ 2 കൂട്ടരും കൂടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസം. അത് കൺകറൻറ്റ് ലിസ്റ്റ് എന്നാണ് പറയുക. സംസ്ഥാനങ്ങളും കേന്ദ്രവും കൂടിച്ചേർന്ന് ചെയ്യുന്ന, സംയുക്തമായി ചെയ്യുന്ന കൺകറൻറ്റ്. അത് അങ്ങനെ ഏതൊക്കെയാണ് ഇതിൽ നിന്നാണ് ചോദ്യം. 4 സബ്ജക്റ്റുകൾ ഏതാണ്? കറൻസി ആരുടെയാണ്? കറൻസി അടിക്കാൻ ഒരു സംസ്ഥാനത്തിനും അധികാരമില്ല, അത് കേന്ദ്ര ഗവൺമെൻറ്. എഡ്യൂക്കേഷൻ 2 കൂട്ടർക്കും ചെയ്യാം, അതപ്പോൾ എന്താണ്? കൺകറൻ്റാണ്. ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യം ആർക്കേ പറ്റൂ? കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ പറ്റൂ.
ഡി ഫോറസ്റ്റ്, വനസംരക്ഷണം. വനസംരക്ഷണം രണ്ട് കൂട്ടരുടെയും പരിധിയിലാണ്. കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങളുണ്ടാവാം, സംസ്ഥാന ഗവൺമെൻറ് നിയമങ്ങളുണ്ടാവാം, രണ്ട് കൂട്ടരും കൂടിച്ചേർന്ന്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ കൺകറൻറ്റിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണത്? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്. അപ്പോൾ ബി എ ഡി എ. അപ്പോൾ കറക്റ്റ് ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ബി ആൻഡ് ഡി കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആൻസർ ബി ആൻഡ് ഡി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അപ്പാർത്തൈഡ് മീൻസ്. അപ്പാർത്തൈഡ് മീൻസ് എന്താണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്? അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ, ബി കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ബി കമ്മ്യൂണൽ ഡിസ്ക്രിമിനേഷൻ, ഡി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇതിലെന്താണ് അപ്പാർത്തൈഡ്? അപ്പാർത്തൈഡ് നയം എന്താണ്? ഗാന്ധിജിയൊക്കെ വളരെ എതിർത്തിരുന്നതാണ്. എവിടെയാണ് ഇതിൻ്റെ? ദക്ഷിണാഫ്രിക്കയായിരുന്നു പ്രധാനപ്പെട്ട വികാരം. അത് പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വംശീയ വെറി എന്ന് പറയും. വംശീയ വെറി, നിറത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുക. ഇതിനകത്ത് റിലീജിയസ്, മതപരമായ വിവേചനമാണോ? അല്ല. കാസ്റ്റ്, ജാതിപരമായ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതും ഇതിൽ വരില്ല. കമ്മ്യൂണൽ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതാണ് വംശീയ വിവേചനം. അപ്പോൾ അതാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്ക അതിൻ്റെ മുഖമുദ്ര ചാർത്തിയ ഒരു സ്ഥലമായിരുന്നു. അതിനെയാണ് ഗാന്ധിജി എതിർത്തിരുന്നത്. ആ അപ്പാർത്തൈഡ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ 15 എണ്ണത്തിൻ്റേതാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാനൊരു 5 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ 5 ഉദാഹരണങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി, എഴുതിയെടുക്കണമെന്നില്ല. നിങ്ങൾ എഴുതിയെടുക്കുക. ഇതുപോലെ തന്നെയുള്ള ഒരു 5 ഉദാഹരണങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ശ്രദ്ധിച്ചിരുന്നാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നാൽ മതി. വിച്ച് അമോങ് ദി ഫോളോയിങ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ഐഡിയ ഓഫ് വില്ലേജ് ഓട്ടോണമി? ഗ്രാമസ്വരാജ്, ഇപ്പം ഗാന്ധിജി അംഗീകരിച്ച ഗ്രാമസ്വരാജ്, അത് പഴയ ഒരു രാജവംശം നടപ്പാക്കിയിരുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കൂ. 1 ശിവജി, ബി കൃഷ്ണദേവരായ, സി ചോള അഡ്മിനിസ്ട്രേഷൻ, 4 സുൽത്താനേറ്റ് ഓഫ് ഡൽഹി. ഇവരിൽ ആരാണ് ഈ വില്ലേജ് ഓട്ടോണമി അവരുടെ ഭരണസമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ചോദ്യം. ശിവജിയുടെ കാലത്ത് വില്ലേജ് ഓട്ടോണമി ഉണ്ടായിരുന്നോ? ബി കൃഷ്ണദേവരായ, വിജയനഗര സാമ്രാജ്യത്തിലെ എംപററായിരുന്നു കൃഷ്ണദേവരായ. അദ്ദേഹം വില്ലേജ് ഓട്ടോണമി അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. മറ്റൊന്നാണ് ചോള അഡ്മിനിസ്ട്രേഷൻ. ചോള അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. സുൽത്താനേറ്റ് ഓഫ് ഡൽഹി, ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്ത് വില്ലേജ് ഓട്ടോണമി ഉണ്ടായിരുന്നോ? വില്ലേജ് സ്വയംഭരണം ഉണ്ടായിരുന്നോ? ഇതിലെ കറക്റ്റ് ആൻസർ ചോളന്മാരുടെ ഭരണമാണ്. ചോള അഡ്മിനിസ്ട്രേഷനിൽ വില്ലേജുകൾക്ക് സ്വയംഭരണം ഉണ്ടായിരുന്നു. പ്രത്യേകമായ വില്ലേജ് ഭരണ വ്യവസ്ഥ ഉണ്ടായിരുന്ന വംശമാണ് ചോള ഡൈനാസ്റ്റി. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ സി ആണ്, ചോള അഡ്മിനിസ്ട്രേഷൻ, വില്ലേജ് ഓട്ടോണമി. മറ്റൊരു ചോദ്യമാണ്, വിച്ച് ഡൈനാസ്റ്റി ബിലോങ്സ് ടു ദി സുൽത്താനേറ്റ് പീരീഡ് ഓഫ് ഇന്ത്യ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സുൽത്താനേറ്റ് ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 5 വംശങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഉത്തരങ്ങളിൽ ഏതാണ് സുൽത്താനേറ്റ് രാജവംശത്തിലെ വംശമെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, എ നന്ദ ഡൈനാസ്റ്റി, നന്ദവംശം, ബി കുഷാന ഡൈനാസ്റ്റി, കുഷാന ഡൈനാസ്റ്റിയിലാണ് കനിഷ്കൻ, നമ്മുടെ ശകവംശമൊക്കെ സ്ഥാപിച്ച കനിഷ്കൻ, സി സെയ്ദ് ഡൈനാസ്റ്റി, സെയ്ദ്, ഡി മുഗൾ ഡൈനാസ്റ്റി, മുഗൾ വംശം. അപ്പം നന്ദ, കുഷാന, സെയ്ദ്, മുഗൾ, ഇതിലേതാണ് സുൽത്താനേറ്റ് പീരീഡിൽ ഉണ്ടായിരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സുൽത്താനേറ്റ് പീരീഡിലെ വംശങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ആദ്യത്തെ വംശം സ്ലേവ് ഡൈനാസ്റ്റി, അടിമ വംശം. പിന്നെ വന്നത് ബാൽബൻ ഖിൽജി വംശത്തിൽ, അലാവുദ്ദീൻ ഖിൽജി.
പിന്നെ വന്നത് ഏതാ? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വംശം. ഫോർത്ത് വൺ സെയ്ദ് വംശം. ആൻഡ് ഫിഫ്ത്ത് വൺ ലോഡി ഡൈനാസ്റ്റി. അപ്പോൾ നാലാമത്തെ സുൽത്താനേറ്റ് വംശമാണ് സെയ്ദ് വംശം. ഇതിലെ ഓപ്ഷൻ സി, സെയ്ദ് ഡൈനാസ്റ്റി. കറക്റ്റ് ആൻസർ സെയ്ദ് ഡൈനാസ്റ്റിയാണ് സുൽത്താനേറ്റ് പീരീഡിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് ദ ഐലൻഡ്സ്? കുറേ രാജ്യങ്ങളാണ്. ഇവിടെ ഞാൻ കുറേ രാജ്യങ്ങൾ എഴുതുക. ഇതാ കാത്തായ്, മലയ, സിലോൺ, പേർഷ്യ, ഏഷ്യ മൈനർ, നിപ്പോൺ, സയാം. ഇവയുടെ പേര് ന്യൂ നെയിം കണ്ടുപിടിക്കുക. അതാണ് പഴയ, ഇതൊക്കെ പഴയ പേരുകളാണ്. വാട്ട് ആർ ദ ന്യൂ നെയിംസ് ഓഫ് ദീസ് നാഷൻസ്? അതിലൊരു ചോദ്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഓൾഡ് നെയിം ഓഫ് ദ ഐലൻഡ്? ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് നിപ്പോൺ, ഫോർമോസ, സയാം, ചെസോൺ എന്നാണ്. ചെസോൺ. പിന്നെ എന്താണ്? ഫോർമോസ. കേട്ടോ, ഫോർമോസ. ഇതിൽ നിന്ന് പുതിയ പേരുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം. അപ്പോൾ പഴയ പേരുകൾ ഓരോ രാജ്യങ്ങളുടെ പുതിയ പേരുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാം. സയാം ഓരോന്നിനെ പറയാം. ഇവിടെ ഫോർമോസ ചൈനയുടെ തെക്കുള്ള ചെറിയ ഒരു രാജ്യമാണ് ചൈന. ഇവിടെ ഇതാണ് ഫോർമോസയുടെ ന്യൂ നെയിം തൈവാൻ. ചെസോണിൻ്റെ ന്യൂ നെയിമാണ് കൊറിയയാണ് ചെസോൺ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, വടക്കൻ കൊറിയയാണോ തെക്കൻ കൊറിയ? കൊറിയ എന്നാണ് വടക്കനും തെക്കനുമായിട്ട് വിഭജിക്കപ്പെട്ടത്. ഇറ്റ് വാസ് ഇൻ 1953 ആഫ്റ്റർ ദ കൊറിയൻ വാർ. അതിനു മുമ്പ് യുണൈറ്റഡ് കൊറിയയായിരുന്നു. ആ യുണൈറ്റഡ് കൊറിയയുടെ പഴയ പേരാണ് ചെസോൺ. പഴയ പേര് അത് ഒന്നിച്ചുള്ള കൊറിയയുടെ. അപ്പോൾ രണ്ടിൻ്റെയും പഴയ പേര് ചെസോണാണ്, വടക്കൻ കൊറിയയുടെയും തെക്കൻ കൊറിയയുടെയും. ഇനി നിപ്പോൺ, ദാറ്റ് ഈസ് ന്യൂ നെയിം ജപ്പാൻ. ഏഷ്യ മൈനർ, ഏഷ്യയിലാണോ യൂറോപ്പിലാണോ? ആ പേരിൽ നിന്ന് മനസ്സിലാക്കണം. ഏഷ്യ മൈനറാണ് തുർക്കിയാണ് ഏഷ്യ. പേർഷ്യ, ദാറ്റ് ഈസ് ഇറാൻ. പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. സിലോൺ, യു നോ ദാറ്റ്, ശ്രീലങ്ക. മലേഷ്യ. കാഥായ്, ന്യൂ നെയിം ചൈന. സയാം, that is the question. Siam, new name Thailand. This kind of old and new, this type of questions may come. So you must know these type of questions. Then another question, write in the chronological order. Thus here, League of Nations dissolved. WTO started. 3. NATO started. 4. Nehru passed away. These are the very important historical events.
League of Nations, the organization after First World War. League of Nations. After the formation of United Nations Organization, UNO. Formation of UNO was in 1945. But the old organization, League of Nations, was dissolved only after 1 year in 1946. 1946. League of Nations was dissolved. WTO, World Trade Organization. World Trade Organization was in 1995. January 1st, WTO opened and its treaty was signed. NATO, North Atlantic Treaty Organization, under the leadership of Western Bloc, US, Britain, France, Germany. And now 28 nations signed it. NATO was started in 1949. NATO was started. And last one, Nehru, our Prime Minister, first Prime Minister, Jawaharlal Nehru, passed away in 1964. We should know the years, the important events of the world and India. Then only we can do these type of questions. These type of questions, then only we can do. Okay? 1947, the chronologic order where it is. And the first one, then here, C, 3, and then 4, then 2. This is the order, chronological order, correct. These all are examples, and you should read the history and Indian history and world history, the happenings, the famous and the organizations. Another example from organization. Yes, sir. Listen here. Another example. Match the following. Match the following. A list A, B. Here, Indian Association. Indian Association. Then Madras Mahajana Sabha. Mahajana Sabha. Madras Mahajana Sabha. Then East India Association. East India Association. There were so many examinations here. Then Bombay Presidential. Bombay Presidency Association. A, B, C, D. A, B, C, D. And D. A, B, C, D. Firoz Shah Mehta. Surendranath Banerjee. Dadabhai Naoroji. And another one, Veera Raghavaji. Here, in the national movement, Indian national movement, so many organizations formed before the organization of Indian National Congress. And one in London,
That was East India Association. And it was formed by, East India Association was formed by Dadabhai Naoroji. Indian Association, it was by Surendranath Banerjee. Then Madras Mahajana Sabha, it was formed by Veera Raghavacharya. Then Bombay Presidency Association, it was formed by Firoz Shah Mehta. This type of questions, organization, their leader. Another example, and match the following, and correct, then A, C is here, A, B, then B, D, B, D, then C, C, then D, D, A. Correct answer. We pass to the last question. Okay? Who is the first Secretary General of UNO from Asia? Who, not the first Secretary General of UNO. The first Secretary General from Asia. How many Secretary Generals we have? Up to now, it is 9. 9 Secretary Generals for UNO, United Nations. And who is the first Secretary General of UNO? First Secretary General of UNO was Trygve Lie. He was from Norway. First Secretary General of UNO. And here, 4 options here. A. Ban Ki-moon, B. U Thant, and C. Kofi Annan, and D. Boutros Ghali. And here Ban Ki-moon, he was from South Korea. U Thant, he was from Myanmar. And Kofi Annan, he was from Africa. His nation was Ghana. And Boutros Ghali, he was also from Africa, and his country was Egypt. And 4 options. Who was the first UN Secretary General from Asia? The first Secretary General of UN was Trygve Lie from Norway. Okay? And second one, Dag Hammarskjöld. He was from Sweden. And third one, U Thant. Myanmar. This third one. Fourth one, he was from Peru. Fifth one, Boutros Ghali, Egypt. Then Kofi Annan, Ghana. First Secretary General from Africa was Kofi Annan. After him, second one from Africa, Boutros Ghali. Then second one from Asia, South Korea, Ban Ki-moon. So the first Secretary General from Asia, correct answer is U Thant. Option B. First Secretary General of UNO, Trygve Lie. And who is the Secretary General now? Now is UN Secretary General who is Antonio Guterres. He is from Portugal. Antonio Guterres, he is from Portugal. The nine Secretary Generals up to now for UNO. Okay? We have now studied some examples, some models of questions. You can expect this kind of questions. Indian history, world history, ഞാൻ നേരത്തെ പറഞ്ഞു സമുദ്രമാണ്. അപ്പോൾ ആ സമുദ്രത്തിൽ നിന്ന് നമ്മൾ കുറേ വായിച്ച ആ ഏരിയകൾ, പ്രത്യേകിച്ചും മിഡീവൽ ആൻഡ് മോഡേൺ,
അതിൻ്റെ ആൻഷ്യൻ്റിലേക്ക് അത്ര നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. ഈ ഹിസ്റ്ററി പ്രത്യേകിച്ച് ഈ വിഷയം പഠിക്കാത്ത കുട്ടികൾക്ക് വളരെ എളുപ്പമല്ല ഇത് പഠിച്ചുകൊണ്ട്. അപ്പോൾ അത് ലോകത്തിലെ വിപ്ലവങ്ങൾ അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പരാമർശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉദാഹരണങ്ങളാണ്, മോഡലുകളാണ് തന്നത്. അപ്പോൾ നിങ്ങൾ കുറേ നല്ല വായന വേണം, അവയിലേക്ക് കടന്നു പോവുക. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് ഫോൺ ചെയ്യാം, ചോദിക്കാം, അതിന് മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ വീണ്ടും വീണ്ടും വായിക്കുക. വായനയിൽ കൂടി മാത്രമേ വളരെ രസകരമായ താല്പര്യത്തോടു കൂടി ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ വളരെ പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാം, നിങ്ങളുടെ മനസ്സിൽ ഇരിക്കും. അപ്പോൾ നന്നായി വായിക്കുക, പഠിക്കുക, മോഡൽസ് ധാരാളമായി ചെയ്യുക, ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് നല്ല ഒരു പെർഫോമൻസ് നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.